തുറന്ന് വിമർശിക്കാനും ഒക്കെയുള്ള അനുവാദം നൽകുന്നു എന്ന് പറഞ്ഞാൽ പോരാ, യഥാർത്ഥത്തിൽ നൽകണം. മകളോട് ഏതാണ് ചോദ്യം ചോദിക്കുന്ന കണ്ടു എന്നാണ് പിണറായി തന്നെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ആരെ സംരക്ഷിക്കാൻ വേണ്ടി ആയിരുന്നു തെരുവിൽ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ? ഇവിടൊക്കെ പാർട്ടി ചിന്തിക്കേണ്ടത് എന്താണ്? ഇത് പാർട്ടി നേതാവിനെതിരെ അല്ല, പാർട്ടിക്കെതിരെ അല്ല അന്വേഷണം. പാർട്ടി നേതാവായിരുന്ന, മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി ഇപ്പോൾ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെ വന്ന അന്വേഷണത്തിന് പാർട്ടി ഇടപെട്ട് മറുപടി പറയേണ്ട കാര്യമുണ്ടോ? കോൺഗ്രസ് BJP ഡീലാകട്ടെ, CPM BJP ഡീലാകട്ടെ, ഈ ഒരു വിശാലമായ അർത്ഥത്തിൽ അങ്ങനൊരു ഡീൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല, ഉണ്ടാവാൻ സാധ്യതയില്ല. ഇനി ഒരു രീതിയിലും അങ്ങനൊരു ഡീൽ ഉണ്ടാവില്ല. ഡോക്ടർ മോഹൻ വർഗീസ്, ഈ CPM-ന് ഭരണം നഷ്ടപ്പെട്ടതിന് കാരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാരണം തന്നെ പാർട്ടി ഒരു വ്യക്തിയിലേക്ക് ഒതുങ്ങിയതാണ്. പിണറായി വിജയന്റെ വീട്ടിലെ ED റെയ്ഡിന് ശേഷം നടന്ന അക്രമം വീണ്ടും അത് തെളിയിക്കുന്നതായിരുന്നു. ഒരു തിരിച്ചുവരവിനെ ശ്രമിക്കുന്ന CPM ഇപ്പോഴും ഒരു വ്യക്തിയിൽ പെട്ടുകിടക്കുന്നു എന്നല്ലേ അർത്ഥമാക്കേണ്ടത്? അപ്പോൾ ഈ CPM-ന്റെ ഭാവി എന്താണ്? ഒരുപക്ഷെ വീണ ഇനി അറസ്റ്റിലാകുകയാണ് എങ്കിൽ ബംഗാളിന്റെ അവസ്ഥയാകുമോ CPM-ന്? 2-3 ചോദ്യങ്ങളാണ്. കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇടത് മുഖമായ CPM-ന്റെ ഭാവി എന്താണ്? ബംഗാളിലേതുപോലെ CPM അസ്തമിക്കുമോ? അതോ വർദ്ധിത വീര്യത്തോടു കൂടി തന്നെ കേരളത്തിൽ CPM-ന്റെ ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകുമോ? ഉണ്ടാകണമെങ്കിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ ഭരണം നഷ്ടപ്പെട്ട് കഴിഞ്ഞതിന് ശേഷമുള്ള, വോട്ടെണ്ണലിന് ശേഷമുള്ള സമയത്ത് എങ്ങനെയാണ് പാർട്ടി പരാജയത്തെ കണ്ടത്? വിജയത്തെ സമീപിക്കുന്നതും പരാജയത്തെ സമീപിക്കുന്നതും വ്യത്യസ്തമായ കാര്യങ്ങളാണ്. ഒരു പരാജയത്തെ കേരളത്തിലെ CPM എങ്ങനെയാണ് കണ്ടത്? സ്വയം തിരുത്താൻ തയ്യാറായോ? അതോ പഴയ രീതികളിലേക്ക് ഉള്ള തുടർച്ചയാണോ? ഇതാണ് പരിശോധിക്കേണ്ടത്. നമുക്കൊന്നൊന്നായി പരിശോധിക്കാം. ഒന്ന്, CPM-ന് കഴിഞ്ഞ ഏതാനും വർഷമായി ഒരു സിംഗിൾ ലീഡർഷിപ്പാണുള്ളത്. ഡി ഫാക്ടോ, ദാറ്റ് ഈസ് വൺ മാൻ കോൾഡ് പിണറായി വിജയൻ. മറ്റൊരു നേതാവില്ല. ഉന്നത നേതാക്കളായി പലരുമുണ്ടെന്ന് പാർട്ടി പറയുമ്പോഴും കളക്റ്റീവ് ലീഡർഷിപ്പ് എന്നത് ഇപ്പോഴത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് രീതിയെ അല്ല. യഥാർത്ഥത്തിൽ നേതാവ് ആയി കരുതപ്പെടേണ്ടത് പാർട്ടി ജനറൽ സെക്രട്ടറിയാണ്. പക്ഷേ കേന്ദ്രത്തിലെ പാർട്ടി ജനറൽ സെക്രട്ടറി അത് പ്രകാശ് കാരാട്ട് ആയിരുന്നപ്പോഴും, സീതാറാം യെച്ചൂരി ആയപ്പോഴും, അതിനുശേഷം ഇപ്പോൾ ഇതാ MA ബേബി വന്നപ്പോഴും കേരള സംസ്ഥാന മുഖ്യമന്ത്രിയായ പിണറായി വിജയനേക്കാൾ തലപ്പൊക്കത്തിൽ നിൽക്കാൻ ഇവർക്ക് ആർക്കും കഴിയുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതി അനുസരിച്ച് പാർട്ടിയാണല്ലോ പ്രധാനം, പാർട്ടിയുടെ തലപ്പത്തുള്ള നേതാവാണ് പ്രധാനം, അല്ലാതെ ഭരണത്തിലുള്ള ആളല്ല പ്രധാനം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. കേരളം മാത്രമാണ് ഏറെക്കാലമായി CPM-ന് ഭരണമുള്ള സംസ്ഥാനം. അപ്പം അവിടുത്തെ പ്രധാനപ്പെട്ട നേതാവ് അല്ലെങ്കിൽ 2ാം ഊഴ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹത്തിലേക്ക് പാർട്ടി ഭരണത്തിലുണ്ടായിരുന്നപ്പോൾ പാർട്ടി പൂർണ്ണമായി ശ്രീ പിണറായി വിജയന് വിധേയപ്പെട്ട് പിണറായി വിജയൻ്റെ ആജ്ഞ അനുസരിച്ച് മുന്നോട്ട് പോയി. ഇപ്പോഴിതാ ഭരണം നഷ്ടപ്പെട്ടിരിക്കുന്നു. CPM-ന് ചരിത്രത്തിൽ ഏറ്റവും വലിയ പതനങ്ങളിൽ ഒന്ന്. 35 സീറ്റുമായി പ്രതിപക്ഷം വല്ലാതെ ശോഷിച്ചിരിക്കുന്നു. CPM-ന് മാത്രമല്ല, CPI-ക്കും പതനമുണ്ടായി. മറ്റ് ഘടകകക്ഷികളൊന്നും തന്നെ കാര്യമായ നേട്ടമുണ്ടാക്കിയില്ല. RJDക്ക് 1 സീറ്റ് കിട്ടി എന്നത് ഒഴിവാക്കിയാൽ മറ്റൊരു ഘടകകക്ഷിക്കും പച്ച പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. അപ്പോൾ ഈ പരാജയത്തെ അംഗീകരിക്കാൻ CPM തയ്യാറായോ? അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോഴും അംഗീകരിച്ചാൽ എന്തുകൊണ്ട് പരാജയപ്പെട്ടു? ജില്ലാ ഘടകങ്ങൾ, പ്രാദേശിക ഘടകങ്ങൾ എല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നു. പക്ഷെ പിണറായി വിജയനാണ് പ്രധാനപ്പെട്ട തോൽവിയുടെ പ്രധാന കാരണങ്ങളിൽ ഒന്ന്. പിണറായി വിജയൻ്റെ മുഖം ഈ PR വർക്കിലൂടെ വീണ്ടും വീണ്ടും കാണിച്ചു. ഭരണവിരുദ്ധത, പിണറായി വിരുദ്ധത കൂടിയായിരുന്നു. ഭരണം മൊത്തത്തിലുള്ള വിരുദ്ധതയല്ല, പിണറായി വിജയൻ എടുത്ത ചില നിലപാടുകൾ, തീരുമാനങ്ങൾ, അദ്ദേഹത്തിന് ചില വാക്കുകൾ, ഇതെല്ലാം തന്നെ കേരള സമൂഹം റിജക്റ്റ് ചെയ്തിരുന്നു. അതിനുള്ള തിരിച്ചടിയാണ് തിരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. ഇതായിരുന്നു പാർട്ടി ഘടകങ്ങളുടെ വിലയിരുത്തൽ. പോളിറ്റ് ബ്യൂറോ പോലും ചില അംഗങ്ങൾ ആ രീതിയിൽ വിലയിരുത്തി. പക്ഷേ എന്തുകൊണ്ടോ പാർട്ടി തിരഞ്ഞെടുത്തത് പിണറായി വിജയനെയാണ് പ്രതിപക്ഷ നേതാവായിരിക്കാൻ. അപ്പം മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന ഒരാൾ പ്രതിപക്ഷ നേതാവാകുന്നത് തെറ്റൊന്നുമല്ല. പക്ഷെ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നപ്പോൾ
തൻ്റെ പാർട്ടി വിജയത്തിലേക്ക് നയിക്കാൻ കഴിയാതെ ഇരുന്നപ്പോൾ ശ്രീ പിണറായി വിജയൻ സ്വയം മാറി നിൽക്കാൻ തയ്യാറാവാമായിരുന്നു. അല്ലെങ്കിൽ പാർട്ടിക്ക് തിരുത്തൽ നടത്താൻ ഏറ്റവും നല്ലത് ഒരു പുതിയ നേതൃത്വത്തിൻ്റെ കീഴിൽ റീഗ്രൂപ്പ് ചെയ്തുകൊണ്ട് ജനഹൃദയങ്ങളിൽ ഒരിക്കൽ കൂടി ഇടം നേടുക. അപ്പം 3 കാര്യങ്ങൾ പാർട്ടി ചെയ്യേണ്ടതുണ്ട്. 1, ഭരണ പരാജയങ്ങൾ എന്താണെന്നൊന്ന് വിലയിരുത്തി എവിടെയാണ് തങ്ങൾക്ക് പിഴച്ചത് എന്ന് ആത്മാർത്ഥമായി പരിശോധിച്ച് എവിടെയെങ്കിലും ധാർഷ്ട്യമോ ധിക്കാരമോ അഹങ്കാരമോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അഴിമതി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി ജനപക്ഷത്തേക്ക് പോവുക. അതാണ് ഒരു കാര്യം. 2, തങ്ങളുടെ സംഘടനാ സംവിധാനം ഒന്നുകൂടെ അഴിച്ച് പണിയണം. കാരണം ഇത് സംഘടന ഒക്കെ റിപ്പോർട്ടുകൾ കൊടുക്കുന്നുണ്ട്, ജയ പാടിയ റിപ്പോർട്ടുകളാണ്. തങ്ങൾക്ക് തെറ്റൊന്നും പറ്റിയിട്ടില്ല, തങ്ങൾ ജയിച്ചു വരും, 100 സീറ്റുകൾ ലഭിക്കും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരുതരം വമ്പ് പറച്ചിൽ മാത്രമാണ്. കുറച്ചുകൂടി കൃത്യമായ അവലോകനമുള്ള രീതിയിൽ സംഘടനാ സംവിധാനത്തെ തുറന്ന് പറയാനും തുറന്ന് വിമർശിക്കാനും ഒക്കെയുള്ള അനുവാദം നൽകുന്നു എന്ന് പറഞ്ഞാൽ പോരാ, യഥാർത്ഥത്തിൽ നൽകണം. രണ്ടാമത്തെ ഒരു കാര്യമാണ്. 3-ാമത്തെ ഒരു കാര്യം, ഈ ദാസ്യ മനോഭാവം, ഒരു നേതാവിന് വിടുപണി ചെയ്യുന്നു എന്ന മട്ടിലുള്ള ദാസ്യ മനോഭാവം, കീഴാള മനോഭാവം അണികളിൽ എങ്ങനെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും അണികൾ മോചിതരാകുകയും വ്യക്തിയല്ല പാർട്ടിയാണ് വലുത്, പാർട്ടിയുടെ നേതാവ് അല്ലെങ്കിൽ ഒരു വ്യക്തി മാത്രമാണ്, പാർട്ടിയുടെ സെക്രട്ടറി ആയിക്കോട്ടെ മുഖ്യമന്ത്രി ആയിക്കോട്ടെ, ഒരു വ്യക്തി മാത്രമാണ്, ആ വ്യക്തിക്ക് തെറ്റുപറ്റാം, പക്ഷെ പാർട്ടി ഇടപെട്ട് തിരുത്തണം. അപ്പോൾ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞതല്ലേ ശരി, അണികൾ പാർട്ടിയെ തിരുത്തുന്നു, അണികളും നേതാക്കളും ചേർന്ന് പാർട്ടിയാണോ തിരുത്തേണ്ടത് നേതാവിനെയാണോ? നേതാവിനെ തിരുത്തിട്ട് കാര്യമില്ല, അദ്ദേഹം ഒരു വ്യക്തിയാണ്. അപ്പോൾ പാർട്ടിയെ തിരുത്തേണ്ട ഒരു സമയത്ത് ഇതിനൊന്നും മെനക്കെടാതെ പഴയ തമസല്ലോ സുഖപ്രദം എന്ന മട്ടിൽ പിണറായി വിജയൻ്റെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് തന്നെ തുടർച്ചയായി പോകുന്നു. മറ്റൊരു കാര്യം കൂടെ ചെയ്യേണ്ടിയിരുന്നുണ്ട്. കാരണം പുതിയ ഗവൺമെൻറ് വന്നു കഴിഞ്ഞ ഉടനെ ടേക്കപ്പ് ചെയ്യേണ്ട ജനകീയ വിഷയങ്ങളുണ്ട്. അതൊന്നുമല്ല ടേക്കപ്പ് ചെയ്തിരിക്കുന്നത്. ടേക്കപ്പ് ചെയ്ത 2 വിഷയം, 2 പ്രക്ഷോഭങ്ങൾ നടന്നു. ഒരു ദിവസം സംഭവിക്കുന്ന വൈകുന്നേരം യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില അസ്വാരസ്യങ്ങളുണ്ടായി. അതിന് KSU SFI സംഘർഷം എന്ന നിലയിൽ SFI കരുത്തു തെളിയിക്കാൻ തെരുവിലിറങ്ങി. ആ ദിവസം വൈകുന്നേരം പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ സംഭവിച്ചത് പിണറായി വിജയൻ്റെ ഭവനത്തിൽ, അല്ല എങ്കിൽ വീണ തൈക്കണ്ടിയുടെ ഭവനത്തിൽ, ആ ഭവനം എന്ന് പറഞ്ഞ് പിണറായി വിജയൻ്റെ ഭവനം കൂടിയാണ്, അവിടെ റെയ്ഡ് നടന്നു, ED റെയ്ഡ് നടന്നു. ആ റെയ്ഡ് വീണ തൈക്കണ്ടിക്കെതിരെ നടന്ന റെയ്ഡാണ്, പിണറായി വിജയനെതിരെ നടന്ന റെയ്ഡല്ല. പിണറായി വിജയൻ തന്നെ പറയുന്നു തന്നോടൊരു ചോദ്യവും ചോദിച്ചില്ല, താൻ വാടകയ്ക്കെടുത്ത വീട്ടിലാണ് വീണ തൈക്കണ്ടി തൻ്റെ മകൾ താമസിച്ചത്, മകളോട് ഏതാണ്ട് ചോദ്യം ചോദിക്കുന്ന കണ്ടു എന്നാണ് പിണറായി തന്നെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ആരെ സംരക്ഷിക്കാൻ വേണ്ടി ആയിരുന്നു തെരുവിൽ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ? ED ഉദ്യോഗസ്ഥന്മാർ വന്ന കാറ് തടഞ്ഞു നിർത്തുന്നു, ആക്രമിക്കുന്നു, ED ഉദ്യോഗസ്ഥന്മാരെ അപസഭ്യം പറയുന്നു, കുറേ പേര് അറസ്റ്റിലാകുന്നു. അപ്പം ഒരു സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം പുത്തരിയിലെ കല്ലുകടി പാടില്ലല്ലോ, അതുകൊണ്ട് വലിയ ബലപ്രയോഗമൊന്നും അവിടെ നടന്നിട്ടില്ല. ED ഉദ്യോഗസ്ഥന്മാരെ പൂർണ്ണമായി സംരക്ഷിച്ച് സുരക്ഷിതമായി ഒരിടത്ത് എത്തിക്കാൻ സംസ്ഥാന പോലീസിനും കഴിഞ്ഞില്ല. ഇനി വലിയ ബലപ്രയോഗം നടത്തിയിരുന്നെങ്കിലോ ഇതൊന്നുമല്ല അവസ്ഥ. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അതിശക്തമായ പ്രക്ഷോഭം ഇടതുപക്ഷം ആസൂത്രണം ചെയ്യുമായിരുന്നു. പക്ഷെ ഇവിടൊക്കെ പാർട്ടി ചിന്തിക്കേണ്ടത് എന്താണ്? ഇത് പാർട്ടി നേതാവിനെതിരെ അല്ല, പാർട്ടിക്കെതിരെ അല്ല അന്വേഷണം. പാർട്ടി നേതാവായിരുന്ന മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി ഇപ്പോൾ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെ വന്ന അന്വേഷണത്തിന് പാർട്ടി ഇടപെട്ട് മറുപടി പറയേണ്ട കാര്യമുണ്ടോ? അങ്ങനെയെങ്കിൽ ജ്യോതി ബാസുവിൻ്റെ മകൻ ചന്ദൻ ബാസു ആരോപണ വിധേയനായി. അത് ബംഗാളിൽ പാർട്ടി ഒന്നും ചെയ്തില്ലല്ലോ, അത് വ്യക്തിയുടെ കാര്യമാണ്, വ്യക്തി നോക്കിക്കോളും, ആ കുടുംബം നോക്കിക്കോളും, അതായിരുന്നു നിലപാട്. അതേപോലെ തന്നെ ഉന്നത നേതാക്കളെ പലരുടെ മക്കൾക്കെതിരെ, കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനെതിരെ, ബിനീഷ് കോടിയേരിക്കെതിരെ EDയുടെ തന്നെ അന്വേഷണം ഉണ്ടായി. സാമ്പത്തിക ക്രമക്കേടാണ്. പാർട്ടി എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല. മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ്റെ മകൻ V അരുൺകുമാറിനെതിരെ ചില വിജിലൻസ് അന്വേഷണങ്ങൾ വന്നു. പാർട്ടി അതൊന്നും ചെയ്തില്ല. അത് VSും അരുൺകുമാറും നോക്കിക്കൊള്ളും. പിണറായി വിജയനോട് എന്തുകൊണ്ട് പറഞ്ഞില്ല? അത് പിണറായി വിജയനും വീണയും കൂടെ നോക്കിയാൽ മതി. എന്തിന് പാർട്ടി ഇതിലേക്ക് വലിച്ചഴിക്കുന്നു? അപ്പോൾ പിന്നെ ഒരു കാര്യം വ്യക്തമാണ്, പാർട്ടി ഇപ്പോഴും, അല്ലെങ്കിൽ പാർട്ടി അണികൾ ഇപ്പോഴും ശ്രീ പിണറായി വിജയൻ എന്ന വ്യക്തിക്ക് ചുറ്റും കറങ്ങുന്നു. പിണറായി വിജയൻ അല്ലാതെ മറ്റൊരു അധികാര കേന്ദ്രം ഇപ്പോൾ പാർട്ടിയിലില്ല എന്ന് ഒരിക്കൽ കൂടി വെളിവാകുകയാണ്. അപ്പോൾ ഇതൊക്കെ പാർട്ടിയെ ഒന്ന്, അല്ലെങ്കിൽ അണികളെ ഒന്ന് ഉദ്ദീപിപ്പിച്ച് നിർത്താൻ കഴിഞ്ഞു ഈ റെയ്ഡൊക്കെ. അത് സത്യമാണ്, ഞാനും പലയിടത്തും അത് പറഞ്ഞതുമാണ്. പക്ഷേ
ജനം എന്താണ് കരുതുക? സാധാരണ ജനം, പാർട്ടിയുമായി ഒന്നും ബന്ധമില്ലാത്ത, പ്രത്യേകിച്ച് ഒരു പാർട്ടിയുമില്ലാത്ത നിഷ്പക്ഷരായ ജനം എന്താണ് തീരുമാനിക്കുന്നത്? മെറിറ്റ് ഓഫ് ദ ഇഷ്യൂ എന്നൊരു കാര്യമില്ലേ? ടേക്കപ്പ് ചെയ്യുന്ന ഇഷ്യൂവിൻ്റെ ഒരു മെറിറ്റില്ലേ? ഇതൊരു ജനകീയ വിഷയമാണോ? ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണോ? ഇത് പാർട്ടിയെ പോലും നേരിട്ട് ബാധിക്കാത്ത ഒരു വ്യക്തിയെ മാത്രം, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ മകളെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയത്തിന് പാർട്ടി ഒന്നടങ്കം എടുത്തു ചാടി എന്ന് പറഞ്ഞാൽ വേണ്ടാത്ത കാര്യം അല്ലേ? വേലിയിൽ കിടന്നതിനെ എടുത്ത് തോളത്ത് വെച്ചു എന്ന് പറയുന്ന അവസ്ഥയായില്ലേ? പാർട്ടി മാറി ചിന്തിക്കേണ്ട സമയമായി. അല്ല എങ്കിൽ ബംഗാൾ ഗതി കേരളത്തിലും വരാമെന്നുകൂടായികയില്ല. ഓക്കെ, നമ്മൾ പലപ്പോഴും അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്താണ് ഏറ്റവും കൂടുതൽ കേട്ടുവരുന്നത് CPM BJP ഡീൽ എന്നത്. പിണറായിയുടെ വീട്ടിൽ റെയ്ഡ് നടന്നതോടെ, ED റെയ്ഡ് നടന്നതോടെ CPM BJP ഡീൽ എന്ന ആരോപണത്തിന്റെ മുന ഒടിഞ്ഞു. ഈ ലാവ്ലിൻ കേസ് മാറ്റിവെക്കുന്നത് പോലും CPM BJP ഡീൽ എന്നായിരുന്നല്ലോ പലരും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ പിണറായിയുടെ വീട്ടിൽ നടന്ന റെയ്ഡോടെ BJP രക്ഷപ്പെട്ടോ ആ ഡീൽ ആരോപണത്തിൽ നിന്ന്? അതോ കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോൾ CPM തകർക്കാൻ കോൺഗ്രസ് BJP ഡീൽ എന്ന ആരോപണം ഇനി ശക്തിപ്പെടുത്തുമോ CPM? ഒരു കാര്യം ആദ്യമേ വ്യക്തമാക്കട്ടെ. ഡീൽ എന്ന വാക്ക് സൗകര്യപൂർവ്വം തങ്ങളുടെ രാഷ്ട്രീയ പ്രതിയോഗികളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി പറയുന്ന വാക്കാണ്. കോൺഗ്രസ് BJP ഡീലാകട്ടെ, CPM BJP ഡീലാകട്ടെ, ഈ ഒരു വിശാലമായ അർത്ഥത്തിൽ അങ്ങനൊരു ഡീൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല, ഉണ്ടാവാൻ സാധ്യതയില്ല. ഇനിയും ഒരു രീതിയിലും അങ്ങനൊരു ഡീൽ ഉണ്ടാവില്ല. ഡീലെന്ന് പറയുന്നതിന് ചെറിയ പ്രാദേശിക നീക്കുപോക്കുകൾ എന്ന അർത്ഥമാണുള്ളതെങ്കിൽ അത് എക്കാലത്തും ഉണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്, ഇനിയും തുടരും. അത് ഒരു പാർട്ടിയും മറ്റൊരു പാർട്ടിയും തമ്മിലൊന്നുമല്ല, എല്ലാ പാർട്ടികളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചില അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. ഇതിനെയൊക്കെ ഡീലെന്ന് പറഞ്ഞ ഒരു സമഗ്രമായ ഉന്നത നേതൃത്വം അറിഞ്ഞ് ധാരണയിലെത്തിച്ചേർന്ന് ഒരു വൻപൻ ഡീൽ എന്ന് പറയുന്നത് ഒരു തന്ത്രമാണ്. തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള കോൺഗ്രസിൻ്റെ ഒരു തന്ത്രം, UDFിൻ്റെ ഒരു തന്ത്രമായിരുന്നു CPM-ഉം BJP-യും തമ്മിൽ ഡീലുണ്ട് എന്ന്. അതിന് സംശയിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. എന്തുകൊണ്ടാണ്? പിണറായി വിജയനെതിരെ നടക്കേണ്ടിയിരുന്ന പല അന്വേഷണങ്ങളും അത് നീട്ടി ലാവ്ലിൻ കേസിൽ ഉൾപ്പെടെയുള്ള അന്വേഷണങ്ങൾ നീണ്ടുപോയി. 32 പ്രാവശ്യമാണ് ആ കേസ് പരിഗണിക്കാതെ മാറ്റി വെച്ചത്. അപ്പോൾ ഇത് കേന്ദ്ര ഏജൻസികൾ പിണറായി വിജയൻ എന്ന വ്യക്തിയെ ചേർത്ത് പിടിക്കുന്നു, ആ വ്യക്തിയെ സംരക്ഷിച്ചു നിർത്തുന്നു. ആ വ്യക്തിയെ കുരുതി കൊടുക്കാൻ, അല്ലെങ്കിൽ വ്യക്തിയെ ഈ കോൺഗ്രസിന് മുന്നിലേക്ക് ഇട്ടുകൊടുക്കാൻ, കേരളത്തിൽ അദ്ദേഹത്തെ നിഷ്കാസിതനാക്കാൻ കേന്ദ്ര ഏജൻസികൾ തയ്യാറാകുന്നില്ല. അതിൻ്റെ പേര് ഡീലെന്നാണോ? വേണമെങ്കിൽ അങ്ങനെയും വ്യാഖ്യാനിക്കാം. ഞാനതിനെ ഡീലെന്നല്ല പറയുക, അതിന് മറ്റൊരു പേരാണ്. അതൊരു തരം രാഷ്ട്രീയമായ, അത് CPM-ന് മൊത്തത്തിലല്ല, ഒരു വ്യക്തിയാണ്. അപ്പം പിണറായി വിജയൻ അങ്ങോട്ട് നയിക്കട്ടെ, CPM സാമാന്യം ശക്തിയായിട്ട് നിൽക്കട്ടെ. കോൺഗ്രസ് മുക്ത കേരളം, കോൺഗ്രസ് മുക്ത ഭാരതത്തിൻ്റെ ഒരു അടിസ്ഥാനം കൂടിയാണ് ഇല്ലേ? കോൺഗ്രസ് അതത് സംസ്ഥാനങ്ങളിൽ പൂർണ്ണമായി പ്രഭ നഷ്ടപ്പെട്ട് തുടർച്ചയായി പ്രതിപക്ഷത്തിരുന്നാൽ കോൺഗ്രസിനോടൊപ്പം UDFിനോടൊപ്പം ആൾ നിൽക്കില്ല. അപ്പോൾ CPM-നെ പൂർണ്ണമായി അങ്ങ് തകരാതിരിക്കാനുള്ള ഒരു ബ്രീതിങ് സ്പേസ് അത് ഉന്നത നേതൃത്വത്തിൻ്റെ, BJP-യുടെ ഉന്നത നേതൃത്വത്തിൻ്റെ സഹായത്തോടു കൂടി ഒരു അന്വേഷണ ഏജൻസികളെയും സംവിധാനങ്ങളെയും ആ രീതിയിൽ ക്രമപ്പെടുത്തിയാൽ ഡീൽ എന്നതിനെ വിളിക്കാമെങ്കിൽ വിളിച്ചോളൂ. ഞാൻ എതിർപ്പ് പറയുന്നില്ല, പക്ഷേ ഞാനതിനെ ഡീലെന്നല്ല, അതൊരു തരം രാഷ്ട്രീയമായ ഒരു നീക്കമെന്നതാണ്. അതേസമയം വോട്ട് മറിച്ചു കൊടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനാർത്ഥി നിർണയത്തിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റ്, ഇത് ഡീലാണ്. അങ്ങനെയുള്ളത് ഡീൽ തന്നെയാണ്, അതിൻ്റെ ഡീൽ തന്നെ വിളിക്കണം. അപ്പം ഇവിടെ CPM-ൻ്റെ BJP-യുമായിട്ടൊരു ബാന്ധവം ഉള്ളത് കോൺഗ്രസിനെ ഒതുക്കാനാണ്. ഓക്കെ, അത് വാദത്തിന് വേണ്ടി സമ്മതിക്കുന്നു. ഇപ്പോൾ മറുവാദം വരുന്നു, സ്വാഭാവികമല്ലേ? ഇപ്പോൾ പിണറായി വിജയൻ മുഖ്യ പ്രതിപക്ഷ നേതാവാണ്, VD സതീശൻ മുഖ്യമന്ത്രിയാണ്. VD സതീശൻ പ്രധാനമന്ത്രിയെ പോയി കാണുന്നു. തൊട്ടു പിറ്റേന്ന് രാവിലെ തന്നെ പിണറായി വിജയൻ്റെ ഭവനത്തിൽ, കുറച്ചുകൂടി തെളിച്ചു പറഞ്ഞാൽ വീണ വിജയൻ്റെ ശാരീരിക സാന്നിധ്യമുള്ള തൻ്റെ പിതാവായ പിണറായി വിജയൻ വാടകയ്ക്കെടുത്ത വീട്ടിൽ റെയ്ഡ് നടക്കുന്നു. അപ്പോൾ ആ റെയ്ഡിനെ ഏതെല്ലാം രീതിയിൽ വിവക്ഷിക്കാം? BJP-യും കോൺഗ്രസും ചേർന്നുകൊണ്ട് CPM-നെ അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി CPM-ൻ്റെ ഉന്നത നേതാവായ പിണറായി വിജയൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയിരിക്കുന്നു. ഇത് വേണമെങ്കിൽ ഉച്ചത്തിൽ CPM-ന് പറയാം, കോൺഗ്രസ് BJP ഡീൽ, ഇതാ ഡീൽ
ഇതൾ വിരിഞ്ഞു വരുന്നു. യഥാർത്ഥത്തിൽ വാസ്തവം എന്താണ്? വീണ വിജയൻ എന്ന വ്യക്തിക്ക് നേരെ നടന്ന അന്വേഷണത്തിൻ്റെ തുടർച്ച. ഒരു കോടതിയുടെ വിധി വരുന്നു, സിംഗിൾ ബെഞ്ചിൻ്റെ വിധി വരുന്നു. ഈ അന്വേഷണം, ED അന്വേഷണം നിർത്തിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കരിമണൽ കർത്ത ശശിധരൻ കർത്ത കൊടുത്ത ഹർജിക്ക് തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് പറയുന്നു, അല്ല, അന്വേഷണം തുടരട്ടെ. ED അന്വേഷണം സ്റ്റേ ചെയ്തിട്ടില്ല. സ്റ്റേ ചെയ്യാത്ത സ്ഥിതിക്ക് അന്വേഷണം തുടർന്നു. അന്വേഷണം തുടരുമ്പോൾ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരുമല്ലോ. ഉത്തരം പറയുന്നു. വീണ വിജയൻ ഒരു വ്യക്തി മാത്രമാണ്. ഇപ്പോഴും ആരോപിക്കാവുന്ന ഏക കാര്യം, ഒരു വ്യക്തി, കേവലം ഒരു വ്യക്തിയായ വീണ വിജയന് വേണ്ടി CMRL മാസപ്പടി കൊടുക്കുമോ? ഇല്ല. ആ ഉത്തരം ഇല്ല എന്ന് തന്നെയാണ്. ശ്രീ പിണറായി വിജയൻ എന്ന ഉന്നത കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ, മുൻ മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് മാത്രമാണ്, അതുകൊണ്ട് മാത്രമാണ് വീണ വിജയനുമായി CMRL, അല്ല, എക്സാലോജിക്കും CMRL തമ്മിൽ കരാറൊപ്പിട്ടത്. കരാറൊപ്പിടുന്നതിന് മുൻപ് തന്നെ 25 ലക്ഷം വീതം 2 പ്രാവശ്യം വായ്പ കൊടുത്തല്ലോ. ഏത് കണക്കിലാണ് വായ്പ കൊടുക്കുക? അറിയില്ല. അതൊക്കെ ഒരു അടിസ്ഥാനം വേണ്ടേ? എന്തുറപ്പിലാണ് വായ്പ കൊടുക്കുക? അത് 50 ലക്ഷം. ബാക്കി വീണ വിജയന് 2.7 കോടി രൂപ പല സമയങ്ങളിലായി വീണ വിജയൻ്റെ പ്രയത്നത്തിനുള്ള കൂലി എന്ന നിലയിൽ കൊടുത്തു. എന്ത് പ്രയത്നമാണ്, എന്ത് സർവീസാണ് എക്സാലോജിക് എന്ന വീണയുടെ കമ്പനിയും വീണ എന്ന വ്യക്തിയും കൊടുത്തത് എന്നത് ഇപ്പോഴും ദുരൂഹമാണ്. അതേക്കുറിച്ച് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു സേവനവും കൊടുത്തതായി ഇതുവരെ നമുക്ക് അറിയുകയുമില്ല. ബാക്കി തുക ഒരു എക്സാലോജിക് എന്ന കമ്പനിക്ക് CMRL കൊടുത്തതാണ്. 2,78,00,000 രൂപയാണ് ഈ പറയുന്ന മാസപ്പടി, അല്ലെങ്കിൽ കോഴയായി, അല്ലെങ്കിൽ അനധികൃതമായി, അല്ലെങ്കിൽ അനാവശ്യമായി CMRL ചെലവഴിച്ചത്. ഇതാണല്ലോ കേസ്. അപ്പോൾ ഇതിൽ കള്ളപ്പണം വെളുപ്പിക്കൽ ഉണ്ടായിട്ടുണ്ടോ? കണക്കിൽ കവിഞ്ഞ സ്വത്തുക്കളുണ്ടോ? ഈ സ്വത്ത് എവിടെയാണ്, ഈ പണം എവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? ഇതെല്ലാം അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. അതിനുള്ള അന്വേഷണമാണ് നടക്കുന്നത്. എങ്ങനെയാണ് പാർട്ടി അതിൽ രംഗത്ത് വരുന്നത്? ഒരു കാരണവശാലും CPMൻ്റെ വിഷയമേ അല്ല. അപ്പം അതിനർത്ഥം CPM വേണ്ടാത്ത കാര്യങ്ങളൊക്കെ എടുത്ത് തോളത്തിടുന്നു. ഒന്നാന്തരം അവസരമായിരുന്നു. പിണറായി വിജയനെ തള്ളിപ്പറയാതെ തന്നെ മുൻകാലങ്ങളിൽ എടുത്ത ശരിയായ നിലപാട്, കോടിയേരിയുടെ കാര്യത്തിലെടുത്ത നിലപാട് പോലെ ഇത് വീണ വിജയൻ എന്ന വ്യക്തിയെക്കുറിച്ചുള്ളതാണ്. ഞങ്ങളുടെ പാർട്ടിക്ക് അതിൽ അഭിപ്രായമില്ല. ഞങ്ങളുടെ പാർട്ടിയിൽ ആരും കോഴ വാങ്ങിയിട്ടില്ല. ഇനി പാർട്ടി ഏതെങ്കിലും കരിമണൽ കർത്തായുടെ പണം വാങ്ങിയിട്ടുണ്ടല്ലോ, അത് പാർട്ടി ഫണ്ടിലേക്ക് വന്നിട്ടുണ്ട്, അതിന് നേതാക്കൾ മറുപടി പറയും. ഇതായിരുന്നല്ലോ ഏറ്റവും നല്ലത്. അപ്പോൾ ഇനിയിപ്പം ഡിഫെൻഡ് ചെയ്യാൻ വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു കാഴ്ച കാണും. എന്തായാലും വളരെയധികം നന്ദി ഡോക്ടർ മോഹൻ വർഗീസ്. വീണ വിജയന്റെ കേസുമായി ബന്ധപ്പെട്ട ഒരു നിർണായക ദിനം കൂടിയാണ് ഇന്ന്. ഹൈക്കോടതിയിൽ നിന്ന് ഇന്ന് എന്താണ് വിധി വരുന്നത് എന്നുകൂടി നോക്കുന്നുണ്ട്. ഒപ്പം തന്നെ CPMന്റെ രാഷ്ട്രീയ ഭാവി കൂടി വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യും.